കൊല്ലം തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട 4 വയസ്സുകാരി സ്വന്തം വീടിനുള്ളിൽ നേരിട്ടത് ക്രൂരമായ ലൈംഗികാതിക്രമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ. സ്വന്തം അച്ഛന്റെ സഹോദരൻ 1.5 വർഷക്കാലമാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. കൊല്ലപ്പെട്ട ദിവസവും കുട്ടിയെ അതിക്രമത്തിന് ഇരയാക്കി. പ്രതി ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും അശ്ലീല ചിത്രങ്ങൾ സ്ഥിരമായി കാണാറുള്ളയാളാണെന്നും അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ പ്രതിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എസ് ഷാഗിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേസിൽ കുഞ്ഞിന്റെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ഈ പീഡന വിവരം ആ കുട്ടി സ്വന്തം അമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം. കൊലപാതക കേസിൽ പോലീസ് ഇന്ന് അമ്മയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ വിവരങ്ങൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് എസ് അരുൺ ശങ്കർ നൽകും. ആദ്യം നമുക്ക് രാഗിനിലേക്ക് പോകാം. രാഗിൻ, കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരൻ എന്ന് കേട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും ഞെട്ടിത്തരിച്ചു പോയി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്, കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ വീട്ടിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയത് കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനായിരുന്നു. ശ്യാം അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ മനസ്സിൽ ഇന്നും അത് കൃത്യമായി ഓർമ്മയുണ്ട്. ശ്യാം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനാണ്. ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനോട് അടുപ്പമുള്ളത് അച്ഛന്റെ സഹോദരനായിരുന്നു എന്ന് ശ്യാമിന് അറിയില്ല. അന്ന് അവിടെ കണ്ട കാഴ്ച ശ്യാം പറയുകയായിരുന്നു. നോക്കൂ, ഇന്നൊരു ദിവസം കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന്. തീർച്ചയായും അത് തന്നെയാണ് കാര്യങ്ങൾ. അതായത് അമ്മയുടെ ക്രൂരതയ്ക്കൊപ്പം തന്നെ ബന്ധുവിന്റെ വക ക്രൂര പീഡനവും. ആ കുഞ്ഞ് എത്രത്തോളം വേദന ഏറ്റുവാങ്ങിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. സൂചിപ്പിച്ചതുപോലെ ഈ സംസ്കാര ചടങ്ങുകളിൽ വലിയ വികാര പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ. അയാൾ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത് എന്ന വാർത്ത കേട്ടതോടുകൂടി ഏവർക്കും വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്ക് പോലീസിനെ നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയാണ്. അത് ഇത്തരത്തിൽ ഒരു ക്രൂരമായിട്ടുള്ള പീഡനം ഈ കുഞ്ഞ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളിലടക്കം മുറിവുകളുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഡോക്ടർ പോലീസിനോട് പറഞ്ഞത്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മൗനമായിരുന്നു. തുടർന്ന് ഈ ആളെ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന് മുന്നിലുള്ള ദൗത്യം. അങ്ങനെ പോലീസ് വിപുലമായിട്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവും നടത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ആദ്യം ഇയാൾ നിഷേധിച്ചു. അതിനുശേഷം ഇയാളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നും ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഫോൺ വീഡിയോസ് ഒക്കെ അടക്കം കാണുന്ന ഒരാളാണെന്നും ബോധ്യമായത്. അങ്ങനെ ഇയാൾ തന്നെ ആയിരിക്കണം ഈ ഒരു ക്രൂരകൃത്യം, നീചകൃത്യം ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് ബോധ്യമായി. പോലീസ് ഉറപ്പിച്ചു. അങ്ങനെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. അങ്ങനെ കുറ്റസമ്മതം നടത്തിയപ്പോൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഈ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന്റെ കാൽക്കൽ വീണ് കരയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ആ ചോദ്യം ചെയ്യൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ ഇയാൾ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടെന്ന് ബോധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ദിവസം മണിക്കൂറുകൾക്ക് മുൻപും ഈ കുഞ്ഞ് പീഡനത്തിന് ഇരയായിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിനോട് സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെ ഇവിടെ വില്ലന്മാരായി തീർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കളിയും ചിരിയും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ നരാധമന്റെ പേര് വിവരങ്ങൾ, ചിത്രങ്ങൾ കാണിക്കാതിരിക്കുന്നതെന്ന്. നമുക്ക് കാണിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. പോക്സോ കേസാണ്. ആ ചിത്രങ്ങൾ കാണിക്കാൻ കഴിയാൻ, അത് 3 വയസ്സുകാരി നമ്മുടെ കൂടെ ഇന്ന് ഇല്ല എങ്കിലും അവളുടെ അഭിമാനം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അത് കാണിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. ചില സമയത്ത് അത് ഇരയ്ക്ക് മാത്രമല്ല വേട്ടക്കാരനും കൂടി ആശ്വാസമാകുന്ന ഒരു നിയമമാണ് എന്നത് നമ്മുടെ മുന്നിൽ ഇത് തെളിയുകയാണ്. നമുക്ക് അരുൺ ശങ്കറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അരുൺ, ആദ്യ ദിവസം മുതൽ തന്നെ ഈ മൊഴികളിൽ വൈരുദ്ധ്യം, അമ്മയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഈ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയായിരുന്നു ആ അമ്മ. അപ്പോൾ ഈ പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ട്. എത്ര ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുട്ടി പീഡനത്തിന് ഇരയാകുന്നു എന്ന വിവരം അമ്മയെ അറിഞ്ഞിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നത്. ഇതൊരു സംശയം മാത്രമാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കുമ്പോൾ, അതായത് പ്രാഥമികമായിട്ടുള്ള വിവരം പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പോലീസിന് കൈമാറുമ്പോൾ ഈ അമ്മ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആ സമയത്ത് അമ്മയോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ അമ്മ തയ്യാറായി
ഉണ്ടായില്ല, അല്ലെങ്കിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരികയുള്ളൂ. ഈ വീടെന്ന് പറയുന്നത് ഈ അമ്മയുടെ വീടിന് തൊട്ട് ചേർന്നാണ് ഈ അച്ഛൻ്റെ കുടുംബ വീട്. അടുത്ത് ഒരു ഭിത്തി തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും 2 വീടുകളിലായിട്ടാണ് ഈ കുഞ്ഞ് കഴിഞ്ഞിരുന്നത്. ഈ കുടുംബ വീട്ടിലാണ് സഹോദരന്മാരുണ്ടായിരുന്നത്. അവരോടൊപ്പമായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത്. ഒരു പക്ഷേ അത് ഈ കുട്ടി പീഡനത്തിന് ഇരയാകുന്നു എന്ന വിവരം അമ്മയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ അറിയാം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഇത്രയും പേർ വീട്ടിലുള്ള സമയത്ത് കാര്യമാണ്. കാരണം ഈ ഒരു അമ്മയെ പ്രതി ചേർത്തതിന് ശേഷം അമ്മയുടെയും ഒക്കെ അടുത്ത ബന്ധുക്കളുടെ ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. വളരെ മോശമായ രീതിയിലാണ് ഈ കുഞ്ഞിന്റെ അമ്മയെ ഭർത്താവിന്റെ വീട്ടുകാർ ട്രീറ്റ് ചെയ്തിരുന്നത്, മർദ്ദിച്ചിരുന്നു, ആ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്ന ഈ 3 വയസ്സുകാരിയുടെ അമ്മമ്മയടക്കം പറയുന്ന പ്രതികരണം നമ്മൾ ആ ദിവസം കേട്ടതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ? അമ്മ അറിഞ്ഞെങ്കിൽ ഈ അച്ഛന്റെ സഹോദരനോട് ചോദിച്ചിരുന്നോ? മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ? അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഇനി നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് അരുൺ. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ആര് പറയുന്നത് വിശ്വസിക്കും, ആര് പറയുന്നത് സംശയിക്കും എന്നൊരു ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ കേസിൻ്റെ നാൾ വഴി നോക്കുമ്പോൾ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാവിട്ട് കരഞ്ഞത് ഈ പ്രതിയായിരുന്നു. അപ്പോൾ അയാൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടമെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. പക്ഷേ ആ കരച്ചിലിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്രൂരനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം വളരെ വേഗത്തിൽ തന്നെ ഈ പീഡന കേസിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. അത് അവരുടെ ബ്രില്യൻസ് കൊണ്ട് തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ഈ വിവരം ആ ദിവസം തന്നെ കുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തി അല്ലെങ്കിൽ കുട്ടിയെ സംസ്കരിക്കുന്ന ദിവസം തന്നെ പോലീസ് ലഭിച്ചിരുന്നു. പക്ഷേ ആ കാര്യം പുറത്തുവിടാതെ കൃത്യമായ പഴുതടച്ചൊരു അന്വേഷണം നടത്തി അവർ പ്രതിയിലേക്ക് എത്തുന്നു. ആ പ്രതിയിലേക്ക് എത്തിയതിനു ശേഷമാണ് വിവരം പുറത്തു വരുന്നത്. അപ്പോൾ പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചു. അവർ ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം സ്വന്തം കുടുംബക്കാർ പോലും ആ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ടില്ലേ, സ്വന്തം അച്ഛൻ പോലും കണ്ടില്ലേ എന്ന ചോദ്യം അവശേഷിക്കുന്ന സമയത്താണ് വളരെ ഊർജിതമായി കാര്യക്ഷമമായ ഇടപെടലിലൂടെ ഈ പീഡന വിവരം അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതിന് ഏറ്റവും അവരെ സഹായിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ശരീരത്ത് സ്വകാര്യ ഭാഗത്തടക്കം മുറിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി അന്വേഷണ സംഘത്തെ അറിയിക്കുന്നത്. രാഗിൻ, ആ ദിവസം ആ കുഞ്ഞിന്റെ അച്ഛൻ രാഗിനിലേക്ക് മടങ്ങി വരാം. അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അരുൺ, ഈ കുഞ്ഞൻ ആ ദിവസം ഈ കുഞ്ഞ് മരിച്ച ദിവസം കുഞ്ഞിന്റെ അച്ഛന്റെ പ്രതികരണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇതാദ്യമായിട്ടല്ല കുഞ്ഞിന്റെ അമ്മ ഈ രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തിന് ശ്രമിച്ചത്. ഇതിനു മുൻപും കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന അച്ഛനെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലൊക്കെ ഉള്ള മുറിവുകൾ ആ കുഞ്ഞ് താമസിക്കുന്ന ആ കുടുംബത്തിൽ ആരും കണ്ടിരുന്നില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആർക്കറിയാവുന്ന പോലെ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഈ മുറിവൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അമ്മമാർ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല? ഒരു പക്ഷേ ഇപ്പോൾ ഭർത്തൃ വീട്ടുകാർ പറയുന്നത് ഈ അമ്മ ഒരു കാര്യശേഷി ഉണ്ടായിരുന്ന ആളല്ല, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് മറ്റുള്ളവരാണ്. പക്ഷേ മറ്റുള്ളവരാണെന്ന് പറയുമ്പോഴും അവിടെ ഒരു അമ്മൂമ്മയുണ്ട്, ഈ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ആയിരിക്കാം ഒരു പക്ഷേ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടുണ്ടാകുക. ആ സ്ത്രീയുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഇനി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. അതോ ഇനി കുളിപ്പിക്കുന്നതും കഴിപ്പിക്കുന്നതും എല്ലാം ഈ നരാധവനായിരുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. അതിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ മനസ്സിലാക്കുന്നത് ഈ പ്രതി വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ സാധാരണ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു ഭയമാണ്, ഇങ്ങനെ നെഞ്ചങ്ങ് വേദനയാണ്. കാരണം ആ കുഞ്ഞ് വെറും 4 വയസ്സ് മാത്രമാണ് ആ പൊന്നോമനയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ 1.5 വർഷക്കാലം ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു. ആ മരിക്കുന്ന ദിവസം പോലും ആ കുഞ്ഞ് അംഗൻവാടിയിൽ പോയി. അപ്പോൾ എവിടെയാണ് ആ ദിവസമൊക്കെ, എവിടെ സമയം? അപ്പോൾ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ആ കുഞ്ഞിന്റെ ഈ അച്ഛന്റെ സഹോദരൻ മാത്രമാണോ കുഞ്ഞിനെ നോക്കിയിരുന്നത്, മറ്റാരും ശ്രദ്ധിച്ചിരുന്നില്ല ആ കുഞ്ഞിനെ എന്നൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട്. എന്തായാലും അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ്. അമ്മയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അരുൺ ശങ്കറും രാഗിനുമാണ് വിവരങ്ങൾ നൽകിയത്.